ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബേസിക്സ് ആണ് നോക്കിയത് അല്ലേ. ഓർഡർ, ഡിഗ്രി അതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ വെറും 4 ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. വെറും 4 ക്വസ്റ്റ്യൻസ്. പക്ഷേ ആ 4 ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എല്ലാ ടൈപ്സും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവും. അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുള്ളിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്? എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്? അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അതിന് കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. നമ്മൾ ഈ A to F വരെ കുറച്ച് ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ ഇക്വേഷൻസ് 1 by 1 ആയിട്ട് നോക്കും, എന്നിട്ട് ലീനിയർ ആണോ അല്ലയോ എന്ന് പറയും. ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. dy/dx + 4y² = x. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ ഞാൻ പറയും ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദിസ് ഈസ് എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോൺ ലീനിയറിന് ഞാൻ NL എഴുതും കേട്ടോ, നോൺ ലീനിയർ. എന്തുകൊണ്ടാണ് ഇത് നോൺ ലീനിയർ ആവുന്നത്? അതാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് റൂള്. ഫസ്റ്റ് റൂള് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ പവർ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാണ്? അതൊന്ന് നോക്കിയേ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതെന്താണ് സംഭവം? നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. അതിൻ്റെ അകത്തൊരു ഡിഫറൻഷ്യൽ ടേം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏതാണ്? dy/dx. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ മീനിങ് എന്താ? എക്സിനനുസരിച്ച് വൈയിലുള്ള ചേഞ്ച്. അപ്പോൾ എക്സിനനുസരിച്ച് ആരാണ് ചേഞ്ച് ചെയ്യുന്നത്? വൈ. അപ്പോൾ എക്സ് ചേഞ്ച് ചെയ്യാതെ സ്റ്റേൺ ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും, ആർക്കനുസരിച്ചും മാറാത്ത വേരിയബിൾ. പക്ഷേ മാറുന്ന വേരിയബിൾ ആരാ? വൈ. അപ്പോൾ വൈ എന്തായിരിക്കും? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ആരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? വൈ ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ പവർ 1 ആയിരിക്കണം. ഒന്ന് നോക്കിയാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എവിടെയാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉള്ളതാ ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഇതിൻ്റെ പവർ എത്രയാ? ഡിഗ്രി എത്രയാ? 2 അല്ലേ? അപ്പോൾ റൂൾ വയലേറ്റ് ചെയ്തില്ലേ? റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇത് നോൺ ലീനിയർ ആക്കുന്ന ടേം ആരാണ്? ഇയാളാണ് അതിനെ നോൺ ലീനിയർ ആക്കുന്നത്. ഈ ടേം 4y എന്നായിരുന്നെങ്കിൽ അതെന്തായിരുന്നു? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് വരാം. സെക്കൻഡ് ഇക്വേഷൻ നോക്കിയേ. d²x/dy² + dx/dy² + x = 2y. ഈ ഇക്വേഷനിൽ നോക്കിയിട്ട് ഒറ്റയടിക്ക് പറഞ്ഞ് ആരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ആരാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? ഇതിൻ്റെ ഡെറിവേറ്റീവ് ടേം ആരാ? d²x/dy² അല്ലെങ്കിൽ dx/dy. dx/dy എന്ന് പറയുന്ന ടേം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ആരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? എക്സ് അല്ലേ? വൈക്ക് അനുസരിച്ച് മാറുന്ന ആരാ? എക്സ്. മാറുന്ന ആളല്ലേ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. പറഞ്ഞിരിക്കുന്ന റൂൾ നമ്പർ 1 എന്താണ്? ഡിഗ്രി ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഷുഡ് ബി 1. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടേം ഇതാ ഇവിടെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടേം വരുന്നത്. ഇതിൻ്റെ പവർ 1 അല്ലേ? അപ്പോൾ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണ്ടേ? പക്ഷേ ഞാൻ പറയും ദിസ് ഈസ് ഓൾസോ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാരണം അതാണ് റൂൾ നമ്പർ 2. എന്താണ് റൂൾ നമ്പർ 2? ഡെറിവേറ്റീവ്. ആരുടെ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി, ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഏതാണ് ഡെറിവേറ്റീവ് വരുന്നത്? d²x/dy². അതൊരു ഡെറിവേറ്റീവാണ്, പക്ഷേ അതിൻ്റെ ഡിഗ്രി 1 ആണ്. പക്ഷേ dx/dy ഡിഗ്രി അല്ലെങ്കിൽ പവർ എത്രയാണ്? 2 ആണ്. ദാറ്റ് മേക്സ് ദിസ് ഇക്വേഷൻ നോൺ ലീനിയർ. അപ്പോൾ റൂൾ നമ്പർ 2 മനസ്സിലായല്ലോ. ഡെറിവേറ്റീവ് ഓഫ് ഡിവിയുടെ ഡിഗ്രി, ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനിൽ പോവാം. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ. d²y/dt² + y × dy/dt + 4 = 0. ഇതിൻ്റെ അകത്ത് dy/dt അല്ലെങ്കിൽ d²y/dt² എന്ന് പറയുന്ന ടേമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ആണല്ലേ? y ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന 1ഉം 2ഉം റൂൾസ് കറക്റ്റായിട്ടുണ്ടോ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിഗ്രി നോക്കുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടേം ഇല്ല, സോ അത് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി നോക്കിയേ. d²y/dt². ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി 1 ആണ്, മുകളിൽ 1 ആണ്.
dy/dt ഇതിൻ്റെ ഡിഗ്രി എത്രയാ? മുകളിൽ 1 ആണ്. ഓ ഇവിടെ y ഉണ്ട് കേട്ടോ, y ഉണ്ട്. ഓക്കെ വൈൻ്റെ പവർ എത്രയാ? വൈൻ്റെ പവറും 1 ആണ്. അപ്പോൾ നമ്മുടെ റൂളൊക്കെ കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതെങ്കിലും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവോ? ഇല്ല. ഞാൻ പറയും ഇതും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഒരു ടേം കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് കണ്ടെയ്ൻ. ഏത് ടേമാണ്? ഷുഡ് നോട്ട് കണ്ടെയ്ൻ. ഏത് ടേമാണ് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ലാത്തത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഞാൻ തൽക്കാലം dy/dx എന്ന് എഴുതുന്നേ ഉള്ളൂ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അങ്ങനെ ഒരു ടേം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സെക്കൻഡ് ടേം എന്ന് നോക്കിയേ, y ഇൻറ്റു dy/dt. y എന്ന് പറയുന്നത് എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. dy/dt എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അങ്ങനെ ഒരു ടേം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പോൾ തേർഡ് ഇക്വേഷനും എന്തല്ല? ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഇക്വേഷൻ എങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുമെന്ന് നോക്കിയേ. dy/dt പ്ലസ് 4y = sin y = 0. നോക്കിയേ, ആരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? y. dy/dt ഡിഗ്രി 1, 4y ഡിഗ്രി 1, sin y ഡിഗ്രി പ്രശ്നമില്ല, y മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുമ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇതും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. റൂൾ നമ്പർ 4 എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ കൂടെ സൈൻ, കോസ് തുടങ്ങിയ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ഫംഗ്ഷൻ, ഇതൊന്നും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടേമിൽ ഉണ്ടാവാൻ പാടില്ല. ഒന്ന് നോക്കിയേ, സൈൻ വൈ ഇതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലേ? ഉള്ളിൽ കിടക്കുന്ന ആരാ? വൈ. വൈ എന്ന് പറയുന്ന ആരാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ? dy/dt. അപ്പോൾ സൈൻ വൈ ഉള്ളത് കൊണ്ട് ഈ ഇക്വേഷൻ എന്താ? ഇതും നോൺ ലീനിയർ ഇക്വേഷൻ ആണ്. ഈ 4 ഗോൾഡൻ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാന്ന് ബൈ ഹാർട്ടായിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറയുന്ന അഞ്ചാമത്തെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ, d²y/dx² പ്ലസ് dy/dx പ്ലസ് y ഇൻറ്റു e⁻x പ്ലസ് x² sin 2 = 0. ഫസ്റ്റ് റൂള് ഇതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് y ആണ് അല്ലേ? വൈൻ്റെ ടേംസ് ഒന്ന് നോക്കിയേ. വൈൻ്റെ ടേംസ് വൈൻ്റെ പവർ അല്ലെങ്കിൽ ഡിഗ്രി 1, d²y/dx², ഡെറിവേറ്റീവ് നോക്കുക. റൂൾ നമ്പർ 2, ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി പവർ 1, dy/dxൻ്റെ ഡിഗ്രി പവർ 1. റൂൾ നമ്പർ 3, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതിൻ്റെ ഡെറിവേറ്റീവും പ്രൊഡക്റ്റ് ആയിട്ട് എവിടെയും കിടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതും സാറ്റിസ്ഫൈഡ് ആണ്. സൈൻ കോസ് ഫംഗ്ഷൻ എവിടെയെങ്കിലും ഉണ്ട്. ഇത് അവിടെ സൈൻ കോസ് ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ സൈനിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ആരല്ല? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് പ്രശ്നമല്ല. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കിടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സൈനിൻ്റെ ഉള്ളിൽ പ്രശ്നമല്ല. പിന്നെ ഇവിടെ ഒരു x² ഉണ്ട്, അത് പ്രശ്നമാണോ? അല്ല. കാരണം എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ x അല്ല, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ആണ്. വൈൻ്റെ എന്തുണ്ടാവാൻ പാടില്ല? വൈൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ പവർ 2 ആവാൻ പാടില്ല. എക്സിൻ്റെ ഡിഗ്രി പവർ 2 ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരു e⁻x ഉണ്ട്, അത് പ്രശ്നമാണോ? അല്ല. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആരുടെ വരാൻ പാടില്ല? വൈൻ്റെ വരാൻ പാടില്ല, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് വരാൻ പാടില്ല. എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലല്ലോ ഇവിടെ, അല്ല. അപ്പോൾ അതും ഓക്കെയാണ്. സോ ഫൈനലി വി ഗോട്ട് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓപ്ഷൻ ഇ ഈസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എഫ് എന്തായിരിക്കും? നോക്കിയേ, (u/∂x∂y പ്ലസ് (u/∂y പ്ലസ് uy e⁻x = 0). ഇതിൻ്റെ പ്രത്യേകത എന്താ? ഡെറിവേറ്റീവ് എന്ത് ടൈപ്പ് ഡെറിവേറ്റീവാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡെറിവേറ്റീവ് അല്ലേ ഇത്? ഇതെന്ത് ഡെറിവേറ്റീവ്? ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇതല്ലേ? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണുള്ളത്. സോ ദിസ് ഇക്വേഷൻ ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ആ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് വിചാരിച്ച് ഇതിലും ലീനിയർ നോൺ ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാന്ന് നോക്കിയേ. (u/∂y അല്ലെങ്കിൽ (2u/∂x∂y) ആരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? u ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ ഹിയർ u ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ റൂൾ നമ്പർ 1, 2, 3, 4 നോക്കിയേ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പവർ അല്ലെങ്കിൽ ഡിഗ്രി എവിടെയെങ്കിലും ഒന്നല്ലാതെ വരുന്നുണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പവർ 1 ആണ്. എവിടെയെങ്കിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവിൻ്റെ പവർ ഡിഗ്രി 1 അല്ലാണ്ട് വരുന്നുണ്ടോ? ഇല്ല. (u/∂y) 1, (2u/∂x∂y) ഡിഗ്രി 1. ഓക്കെ, അപ്പോൾ അതും സാറ്റിസ്ഫൈഡ് ആണ്. എവിടെയെങ്കിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതിൻ്റെ ഡെറിവേറ്റീവും പ്രൊഡക്റ്റായിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും സൈൻ, കോസ്, ലോഗ്, എക്സ്പൊണൻഷ്യൽ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ അകത്ത് u കിടക്കുന്നുണ്ടോ? ഇല്ല. e⁻x ഉണ്ട്, പക്ഷേ കിടക്കുന്നത് ആരാ? എക്സ് ആണ്. എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ല. സോ ഓൾ conditions are satisfied. So this is a linear differential equation. More precisely, this is a partial linear
ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതെന്തായിരിക്കും? ദിസ് ഈസ് എ ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാരണം ഈ ഇക്വേഷൻ്റെ അകത്ത് ഡെറിവേറ്റീവ്സ് എല്ലാം കിടക്കുന്നത് ഓർഡിനറി ഡെറിവേറ്റീവ്സ് ആണ്. പക്ഷേ ഈ ഇക്വേഷൻ്റെ അകത്ത് ഡെറിവേറ്റീവ്സ് കിടക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, അതോടുകൂടി നിങ്ങൾക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ പേരൊക്കെ കുറച്ച് വലുതാണ്, ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ദ ബ്ലേഷ്യസ് ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലേഷ്യസ് ഇക്വേഷൻ എന്താണ്? ഡി ക്യൂബ് എഫ് ബൈ ഡി ഈറ്റ ക്യൂബ് പ്ലസ് എഫ് ബൈ 2 ഡി സ്ക്വയർ എഫ് ബൈ ഡി ഈറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇത് ഫ്ലൂയിഡ് ഡൈനാമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇതിൻ്റെ ഇക്വേഷൻ്റെ പേരോ ആ ടേംസ് എന്താ, ഈറ്റയാണോ ജീറ്റയാണോ ബീറ്റയാണോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ആ ഇക്വേഷൻ്റെ അകത്ത് നമ്മുടെ റൂൾസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഈക്വേഷൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. സെക്കൻഡ് ഓർഡർ നോൺ ലീനിയർ, തേർഡ് ഓർഡർ നോൺ ലീനിയർ ഓർഡിനറി, തേർഡ് ഓർഡർ ലീനിയർ ഓർഡിനറി, മിക്സഡ് ഓർഡർ നോൺ ലീനിയർ ഓർഡിനറി. അപ്പോൾ എല്ലാം ഓർഡിനറി ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടേംസിൻ്റെ അകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒന്നുമില്ല, എല്ലാം ഓർഡിനറി ഡിഫറൻഷ്യലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്ത് ഇക്വേഷനാണ്? ദിസ് ഈസ് എ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിക്കോട്ടെ. അപ്പോൾ ഓർഡർ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, തേർഡ് ഓർഡർ. എന്നാൽ പിന്നെ ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കി നിങ്ങൾ. ഓർഡറും ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാലോ, അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. നോക്കുമ്പം ഇത് ഏത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? തേർഡ് ഓർഡർ ആണ്. എന്തുകൊണ്ടാണ് തേർഡ് ഓർഡർ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആ ക്ലാസ് കാണാത്തവർ വീണ്ടും ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, തേർഡ് ഓർഡർ. അപ്പോൾ തേർഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നമ്മുടെ ഇപ്പം പഠിച്ച ഫ്രഷ് ആയിട്ട് പഠിച്ച കാര്യം, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, അത് മാത്രമേ ഇവിടെ അറിയാനുള്ളൂ. ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ഇവിടുത്തെ ഡെറിവേറ്റീവ് ഏതാ? ഡി എഫ് ബൈ ഡി ഈറ്റ എന്ന്. അപ്പോൾ എഫ് ആണ് എന്ത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എഫ് ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എഫിൻ്റെ എവിടെയെങ്കിലും സ്ക്വയറോ പവറോ കിടപ്പുണ്ടോ? ഇല്ല. ഡെറിവേറ്റീവ് ഓഫ് എഫിൻ്റെ എവിടെയെങ്കിലും സ്ക്വയറോ ക്യൂബോ കിടപ്പുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഒരു ടേം നോക്കിയാൽ നിങ്ങൾ എഫ് ഇൻറ്റു ഡി സ്ക്വയർ എഫ് ബൈ ഡി ഈറ്റ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതിൻ്റെ ഡെറിവേറ്റീവും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, എന്നാലും ഡെറിവേറ്റീവ് ആണല്ലോ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതിൻ്റെ ഡെറിവേറ്റീവും പ്രൊഡക്റ്റായിട്ട് വന്നു. അപ്പോൾ അതെന്തല്ല? ദാറ്റ് ഈസ് നോട്ട് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ദിസ് ഈസ് എ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ്? പറഞ്ഞേ. ഓപ്ഷൻ ബി, തേർഡ് ഓർഡർ നോൺ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തേർഡ് ഓർഡർ നോൺ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഒന്ന് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നോൺ ഹോമോജീനസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവും? ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ. ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഒരു ഇക്വേഷൻ ഹോമോജീനസ് ആണോ നോൺ ഹോമോജീനസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ കാര്യം ചെക്ക് ചെയ്താൽ മതി. ആ ഇക്വേഷൻ്റെ എല്ലാ ടേംസും ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ടേംസിലും എന്ത് വേണം? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വേണം. എവറി ടേം ഷുഡ് കണ്ടെയ്ൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓർ ഡെറിവേറ്റീവ്. ഇത് മാത്രമാണ് ഒരു കണ്ടീഷൻ ഹോമോജീനസ് ആവാനുള്ള. എന്താണ്? എല്ലാ ടേംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവോ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്തായിരിക്കും? ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ സൈൻ 2 ഈക്വൽ ടു 0. ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. തീർച്ചയായിട്ടും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ആണ്. വൈ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാ ടേംസിലും ഉണ്ടോ നോക്കിയേ. ഇതാണ് ഫസ്റ്റ് ടേം, ഇതിലുണ്ടല്ലോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. ഇതാണ് സെക്കൻഡ് ടേം, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. ഇതാണ് തേർഡ് ടേം, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഡെറിവേറ്റീവോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ. ഇതാണ് ഫോർത്ത് ടേം, ഇതിലെന്തില്ല? ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇല്ല, അതിൻ്റെ ഡെറിവേറ്റീവും ഇല്ല. സോ ദിസ് ഈസ് എ നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഒന്ന് നോക്കിയാൽ നിങ്ങൾ. ഓപ്ഷൻ ബി, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇതിൽ ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുന്നത് വൈ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ എന്തുണ്ട്? ഫസ്റ്റ് ടേമിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. സെക്കൻഡ് ടേമിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. തേർഡ് ടേമിൽ എന്തുണ്ട്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. സോ ദിസ് ഈസ് എ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിനൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. dy/dx ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈനെ രണ്ട് തരത്തിൽ എഴുതാം. ഒന്നുകിൽ എക്സ് മൈനസ് വൈനെ ഇങ്ങോട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേം ഏതാണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ. ഫസ്റ്റ് ടേമിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. സെക്കൻഡ് ടേം അതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. തേർഡ് ടേം അതിൻ്റെ അകത്തും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ എ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നെക്സ്റ്റ് ഫോർത്ത് ഇക്വേഷൻ ഒന്ന് നോക്കിയേ. എക്സ് സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് യു ക്യൂബ് പ്ലസ് ഇ റേസ് ടു യു ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാ, യു അല്ലേ, ഡോ യു ബൈ ഡോ എക്സ്. പക്ഷേ ഇതെന്താണ്, ദിസ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഹോമോജീനസ് അല്ലാതിരിക്കണം എന്നില്ലല്ലോ, ഇല്ല. സോ ദിസ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് യു ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ഓരോ ടേമും ചെക്ക് ചെയ്തേ. ഫസ്റ്റ് ടേമിൽ ഡോ യു ബൈ ഡോ എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. സെക്കൻഡ് ടേമിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. തേർഡ് ടേമിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട് അല്ലേ, ഇ റേസ് ടു യു. എവറി ടേം ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ്. അതാണ് ഹോമോജീനസ്. ഇ റേസ് ടു യു എന്ന് പറയുന്നത് എന്താ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഈ 0 എന്ന് പറയുന്നത് അങ്ങനെയല്ലാന്ന് സംശയമുണ്ടോ? ആക്ച്വലി ഈ 0 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ ഈ ഇ റേസ് ടു അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, എക്സ് സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് യു ക്യൂബ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു വി. അപ്പോൾ ഇതിൻ്റെ 0 പോയില്ലേ. അപ്പോൾ ആ 0ൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇല്ലല്ലോ എന്ന് ആ ചിന്ത പോരുത്. സോ ദിസ് ഈസ് എ പാർഷ്യൽ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് അല്ലേ. ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. എല്ലാ ടൈമിലും എന്തുണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോൺ ഹോമോജീനസ് ആയിട്ട് വരുന്ന ആര് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ എ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇപ്പോൾ ഇത് മനസ്സിലായ ആൾക്കാർക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇനി അങ്ങോട്ടൊന്നും പറയാനില്ല, നമ്മുടെ എല്ലാ ക്ലാസിഫിക്കേഷനും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, എന്നാലും ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയോ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 8 മൈനസ് 8. സോ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ, നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഇല്ലല്ലോ, ഇല്ല. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? ഒന്ന് നോക്കിയേ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. എവിടെയെങ്കിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സ്ക്വയറോ ക്യൂബോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവിൻ്റെ സ്ക്വയറോ ക്യൂബോ കിടപ്പുണ്ടോ നോക്കിയേ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആരാ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ആണ്. വൈ സ്ക്വയറിൻ്റെ ടേം ഇവിടെ എവിടെ ഇല്ലല്ലോ, വൈ ക്യൂബിൻ്റെ ടേം എവിടെ ഇല്ലല്ലോ, ഇല്ല. വൈ റേസ് ടു 1 അത് മാത്രമേ ഉള്ളൂ, പേടിക്കണ്ട. അതിന് ഡെറിവേറ്റീവ് ഒന്ന് നോക്കിയാൽ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതിൻ്റെ പവർ എത്രയാ, 1. ഇതിൻ്റെ പവർ എത്രയാ, 1. അപ്പോൾ അതും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. ആ കണ്ടീഷനും ഓക്കെയാണ്. സോ ഇറ്റ്സ് എ, പിന്നെ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ടൈം എവിടെ ഇല്ലല്ലോ, ഇല്ല. വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇല്ല. സൈന്, കോസ്, ഈ എക്സ്പൊണൻഷ്യൽ, ഹൈപ്പർബോളിക് അതൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അതും എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്തല്ല, ദിസ് ഈസ് നോട്ട് എ നോൺ ലീനിയർ, ദിസ് ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഓപ്ഷൻ ബിയും എന്താണ്, തെറ്റായി വന്നിരിക്കുകയാണ്. ഇനി ഓപ്ഷൻ സി ഒന്ന് നോക്കിയാൽ നോൺ ഹോമോജീനസ് ആണോ, എല്ലാ ടേമിലും ഡെറിവേറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടോ എന്ന് നോക്കിയേ. ഡി സ്ക്വയർ ബൈ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഈ ടേമിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 4x മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആരാ, ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. പ്ലസ് വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. എക്സ് റേസ് ടു 8 മൈനസ് 8 ഇതിലെവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇല്ല. സോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാനുള്ള ടേം ഏതാണ്, എക്സ് റേസ് ടു 8 മൈനസ് 8. സോ ദിസ് ഈസ് നോൺ ഹോമോജീനസ് ടേം ഇൻ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നോൺ ഹോമോജീനസ് ടേം. നാലാമത്തെ ഓപ്ഷൻ റിപ്പീറ്റഡ് ഓപ്ഷനാണ്, നോക്കണ്ട. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൾറെഡി ഓപ്ഷൻ എയിൽ വന്നിട്ടുണ്ട്. സോ ഹിയർ റൈറ്റ് ആൻസർ ഈസ് നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 ക്വസ്റ്റ്യൻ കൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാൻ പോവാണ്. അതും ഇതുപോലത്തെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ക്ലിയർ ആക്കി തരും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.